രാഹുൽ മാങ്കുടത്തിനെതിരായ മൂന്നാം ബലാത്സംഗ കേസിൽ നിർണായക നീക്കവുമായി അന്വേഷണ സംഘം. പരാതിക്കാരിയുടെ വൈദ്യപരിശോധന പൂർത്തിയായി. പരാതിക്കാരിയെ വിദേശത്ത് നിന്നും നാട്ടിലെത്തിച്ചാണ് പരിശോധന നടത്തിയത്. വൈദ്യപരിശോധന നടത്തിയില്ലെങ്കിൽ തിരിച്ചടിയാകുമെന്ന നിയമോപദേശത്തെ തുടർന്നാണ് അന്വേഷണ സംഘത്തിന്റെ നടപടി. അതീവ രഹസ്യമായാണ് നടപടികൾ പൂർത്തിയാക്കിയത്. കേസിൽ ഉടൻ കുറ്റപത്രം നൽകാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനായിരുന്നു പ്രതിഭാഗത്തിന്റെ നീക്കം. അതേസമയം രാഹുൽ ഒളിവിൽ കഴിഞ്ഞതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. തമിഴ്നാട് കർണാടക അതിർത്തിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. രാഹുൽ ഒളിവിൽ പോയില്ലായിരുന്നു എന്നതാണ് അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. രാഹുൽ ഒളിവിൽ പോയി എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പോലീസ് കോടതിക്ക് കൈമാറി. രാഹുലിനായി റിസോർട്ട് ബുക്ക് ചെയ്ത 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. രാഹുൽ മാങ്കുടത്തിനെതിരായ മൂന്നാം ബലാത്സംഗ കേസിൽ ഇപ്പോൾ നിർണായക നീക്കവുമായി തന്നെ മുന്നോട്ട് പോവുകയാണ് അന്വേഷണ സംഘം. പരാതിക്കാരിയുടെ വൈദ്യപരിശോധന പൂർത്തിയായിരിക്കുകയാണ്. പരാതിക്കാരിയെ വിദേശത്ത് നിന്നും നാട്ടിലെത്തിച്ചാണ് ഈ ഒരു പരിശോധന നടത്തിയത്. വൈദ്യപരിശോധന നടത്തിയില്ലെങ്കിൽ ഇത് അന്വേഷണത്തിന് തിരിച്ചടിയാകുമെന്ന നിയമോപദേശത്തെ തുടർന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഈ ഒരു നടപടി. അതീവ രഹസ്യമായാണ് നടപടികൾ പൂർത്തിയാക്കിയത്. കേസിൽ ഉടൻ തന്നെ കുറ്റപത്രം നൽകാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനായിരുന്നു പ്രതിഭാഗത്തിന്റെ നീക്കം. എന്നാൽ രാഹുൽ ഒളിവിൽ കഴിഞ്ഞതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. തമിഴ്നാട് കർണാടക അതിർത്തിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാഹുൽ ഒളിവിൽ പോയിട്ടില്ല എന്നതായിരുന്നു അഭിഭാഷകർ കോടതിയിൽ പറഞ്ഞത്. എന്നാൽ രാഹുൽ ഒളിവിൽ പോയി എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പോലീസ് കോടതിക്ക് കൈമാറുകയുണ്ടായി. രാഹുലിനായി റിസോർട്ട് ബുക്ക് ചെയ്ത് 2 പേരെ പോലീസ് അറസ്റ്റും ചെയ്തിരുന്നു.